ജനം ലൈവത്തോൺ ബിഗ് ഇമ്പാക്ട്. ശബരിമലയിലെ സർക്കാർ അനാസ്ഥയിൽ ഇടപെട്ട് ഹൈക്കോടതി. ശബരിമല മണ്ഡല മകരവിളക്ക് സീസൺ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എരുമേലി പേട്ടതുള്ളൽ രാസകുങ്കുമം വിൽക്കുന്നവരുടെ കുത്തക ലൈസൻസ് റദ്ദാക്കും. നിലവിലെ സൗകര്യമനുസരിച്ച് വെർച്വൽ ക്യൂ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്ന് ദേവസ്വം ബെഞ്ച്. ഈ വാർത്തകളെല്ലാം ചർച്ച ചെയ്തത് ജനം ലൈവത്തോണിൽ ആണ്. ഐസൻ ജോസും രേഷ്മ ബാബുവും ചേരുന്നു. ഐസനിലേക്ക് വീണ്ടും പോവുകയാണ്. ഐസൻ, 14 മണിക്കൂർ നീണ്ടുനിന്ന ജനം ലൈവത്തോൺ, എല്ലാ വിഷയങ്ങളും ഭക്തർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ സജീവമായി ചർച്ച ചെയ്തു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ, ഇവരുടെയൊക്കെ ശബ്ദം ജനം TV ലോകത്തെ അറിയിച്ചു. ഹൈക്കോടതിയും അതൊക്കെ നിരീക്ഷിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ സത്വരമായിട്ടുള്ള ഈ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? ഈ ലൈവത്തോണിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങളിലൊന്നായിരുന്നു ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയത് എന്നത് സംബന്ധിച്ച്, അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ചൊരു വിഷയം ഉയർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം വളരെ കൃത്യമായി ഹൈക്കോടതി അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളും ഏറ്റവും നിർണായകമാണ്. ആ നിർണായകമായ ചോദ്യങ്ങളിൽ 70,000-ഓളം പേർ വെർച്വൽ ക്യൂവിൽ വരുന്ന ഈ സാഹചര്യത്തിൽ 1000 ശുചിമുറികൾ സാധ്യമാണോ എന്ന വളരെ നിർണായകമായ ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതൊരു കൃത്യമായ ഇടപെടൽ തന്നെയാണെന്ന കാര്യത്തിലും തർക്കമില്ല. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ചേരുന്നു. രേഷ്മ, ഹൈക്കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈക്കോടതി ഏതു വിധത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്? കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അത് പമ്പയിലുണ്ട്. ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇടത്താവളങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട്. ഹൈക്കോടതി ഇന്ന് ചോദിച്ചത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു, അവർക്ക് 1000 ടോയ്ലറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ആ 1000 ടോയ്ലറ്റുകളുടെ ശോചനീയാവസ്ഥയും ജനം ലൈവത്തോണിൽ ഞങ്ങൾ കൃത്യമായിട്ട് അത് എടുത്ത് കാണിക്കുകയുണ്ടായി. അതുമാത്രമല്ല, മറ്റു ഒരുപാട് വിഷയങ്ങൾ ശബരിമലയിൽ എത്തുന്ന കോടാനുകൂടി ഭക്തർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത്? ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ? അൽനമ്പ്യാർ, ഏകദേശം 53 ലക്ഷം പേരാണ് ശബരിമലയിൽ തീർത്ഥാടനത്തിനായിട്ട് എത്തുന്നത്. ഈ 53 ലക്ഷം പേർക്കും വേണ്ടിയിട്ടാണ് 1000 ശുചിമുറികൾ ഉള്ളത്. ആ ശുചിമുറികളുടെയൊക്കെ തന്നെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ നേരത്തെ ലൈവത്തോണിൽ ജനം TV പുറത്തുവിട്ടിരുന്നു. ഈ 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യമാണെന്ന് ഉള്ള ഒരു ചോദ്യമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായത്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വേഗത്തിൽ ഉറപ്പാക്കണമെന്നുള്ള കർശന നിർദ്ദേശം ഇന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭക്തരുടെ സൗകര്യങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്, സംവിധാനങ്ങൾ ഏത് വിധത്തിൽ, ക്രമീകരണങ്ങളൊക്കെ തന്നെ എങ്ങനെ ഉറപ്പാക്കിയിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഹൈക്കോടതി പരിഗണിച്ചത്. 70,000 പേരാണ് പ്രതിദിനം വെർച്വൽ ക്യൂവിലൂടെ ദർശനം നടത്തുന്നത്. പക്ഷേ ഈ 70,000 പേർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ശബരിമലയിൽ ഒരുക്കിയിട്ടില്ല. പമ്പയിലാണെങ്കിലും സന്നിധാനത്താണെങ്കിലും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടില്ല. ആ ക്രമീകരണങ്ങളൊന്നും തന്നെ പൂർത്തീകരിച്ചിട്ടുമില്ല. ഇതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വെർച്വൽ ക്യൂവിൽ വരുന്നവരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഹൈക്കോടതി നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അടുത്ത സീസണിലെങ്കിലും കൃത്യമായിട്ട് ശുചിമുറികൾ ഒരുക്കിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, എരുമേലി, അതോടൊപ്പം തന്നെ പമ്പ, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ ഉള്ള ഈ പറയുന്ന ഇടങ്ങളിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് മതിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടതാണ്. KSRTC സ്റ്റാൻഡുകളിൽ പോലും മാത്രമാണ് അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയം ജാഗ്രതയോടുകൂടി, അതീവ ശ്രദ്ധയോടുകൂടി പരിഗണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിദിനം 1 ലക്ഷം പേരൊക്കെ തന്നെ കടന്നു വരുന്ന, അല്ലെങ്കിൽ ദർശനത്തിന് വേണ്ടിയിട്ട് എത്തുന്ന ശബരിമലയിൽ ഈ ഒരു ശുചിമുറി സംവിധാനങ്ങൾ കൊണ്ടോ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ഉറപ്പാക്കാനായിട്ടുള്ള നടപടികൾ അത് കർശനമായിട്ട് തന്നെ അത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഹൈക്കോടതി നിന്ന് ചോദിച്ച ചോദ്യം ആണ്. കാരണം ഈ 53 ലക്ഷം പേർക്ക് 1000 ശുചിമുറികൾ എന്ത് ചെയ്യാനായിട്ടാണ് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ ഉള്ള ശുചിമുറികൾ ഒന്നും തന്നെ ഉപയോഗം
ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല. ഈ ഉള്ള ശുചിമുറികൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അത് പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മണ്ഡല മകരവിളക്ക് സീസൺ അതിനെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. കാരണം സാധാരണ രീതിയിൽ ഈ ഒരു സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് എല്ലാ കാര്യങ്ങളും ഒരുക്കേണ്ടതാണ്, ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതാണ്. ഗുരുവായൂർ മുതലുള്ള ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം, യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കണം. നമുക്കറിയാം ഈ സീസൺ ആരംഭിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള ചാർജാണ് KSRTC അടക്കം ഈടാക്കുക. പല തവണയായിട്ട് VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പറഞ്ഞതാണ് നിലയ്ക്കൽ പമ്പ സൗജന്യ സർവീസ് അല്ലെങ്കിൽ അത്തരത്തിൽ സൗജന്യ സർവീസ് നടത്താനായിട്ട് ഈ ഭക്തജന സംഘടനകൾ തയ്യാറാണ്. പക്ഷേ അതിനൊരു അനുകൂലമായിട്ടുള്ള സമീപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടില്ല. KSRTC സ്റ്റാൻഡുകളിലും മതിയായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഇപ്പോഴും ക്രമീകരിച്ചിട്ടില്ല. എന്തായാലും ഹൈക്കോടതിയുടെ ഈ വിമർശനം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ശബരിമലയിലും അതായത് സന്നിധാനത്തും പമ്പയിലും സുരക്ഷാ ചുമതല നൽകിയ പോലീസുകാരുടെ വിശദമായ വിവരങ്ങൾ നൽകാൻ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മേൽശാന്തിമാരുടെ അതായത് ശബരിമലയിലെയും അതുപോലെ മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ സഹായികളായി എത്തുന്നത് ആരൊക്കെ, അവരുടെ വിശദ വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള റിപ്പോർട്ടിനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ? അതെ, അതായത് ശബരിമല, മാളികപ്പുറം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാർക്ക് സഹായികളായിട്ട് 20 പേരെയൊക്കെ തന്നെ അല്ലെങ്കിൽ നിയമിക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അത് അവരുടെ സ്വന്തം ചെലവിലാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഈ പറയുന്ന ശബരിമലയിലും സന്നിധാനത്ത് ഈ പമ്പയിലും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ കമ്മീഷണറാണ് ഈ സഹായികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ഈ മേൽശാന്തിമാരുടെ സഹായികളെ നിയമിക്കുന്ന കാര്യത്തിൽ അവർ അനുമതി തേടിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ മേൽശാന്തിമാരുടെ സഹായികളായി വരുന്നവരുടെ എല്ലാ വിവരങ്ങളും, അവർ ഏത് വിധത്തിലുള്ളവരാണ്, അവർ മുൻപ് സന്നിധാനത്ത് വന്നിട്ടുണ്ടോ, അവർ സന്നിധാനത്ത് ഈ പറയുന്ന സഹായികളായിട്ട് നിന്നിട്ടുണ്ടോ, ഇതടക്കമുള്ള വിശദാംശങ്ങളായിരുന്നു സമർപ്പിക്കേണ്ടത്. പക്ഷേ അക്കാര്യത്തിൽ ഈ വിശദാംശങ്ങൾ സമർപ്പിക്കാനായിട്ട് ഒരു 10 ദിവസം സാവകാശം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 10 ദിവസം സാവകാശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം ഒരു സഹായി എന്നുള്ള രീതിയിലാണ് ശബരിമലയിൽ കയറി പറ്റിയത്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മേൽശാന്തിമാരുടെ സഹായികൾ അത് ആരൊക്കെയാണ്, അവരുടെ പൂർവ്വകാല ചരിത്രം, അവർക്ക് ഏതെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകേണ്ടത്. അനിൽ നമ്പി. യെസ്, കഠിനമെന്തയ്യപ്പ 14 മണിക്കൂർ നീണ്ട ജനം ലൈവത്തോണിന് ഫലമുണ്ടായിരിക്കുന്നു. ജനം ലൈവത്തോൺ ഫലം കണ്ടിരിക്കുന്നു. ശബരിമലയിലെ സർക്കാർ അനാസ്ഥയിൽ ഹൈക്കോടതി തന്നെ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് സീസൺ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എരുമേലി പേട്ടതുള്ളൽ രാസകുങ്കുമം വിൽക്കുന്നവരുടെ കുത്തക ലൈസൻസ് റദ്ദാക്കും. നിലവിലെ സൗകര്യം അനുസരിച്ച് വെർച്വൽ ക്യൂ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്നും ദേവസ്വം ബെഞ്ച്. ഈ വാർത്തകളെല്ലാം വിശദമായി ചർച്ച ചെയ്തത് ജനം ലൈവ് തോണിൽ രശ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.